എല്ലാവർക്കും നമസ്കാരം. വാട്ടർ അതോറിറ്റി കേരളത്തിൽ ഇപ്പം വെള്ളത്തിന് ഈടാക്കുന്ന വിലകളെക്കുറിച്ച് ഞാനൊന്ന് പരിശോധിച്ചു. 5000 ലിറ്റർ വരെ എടുക്കുകയാണെങ്കിൽ 1000 ലിറ്ററിന് 14 രൂപ 41 പൈസ. അത് മാസ ഉപയോഗം 10000 ലിറ്റർ ആയെങ്കിൽ 1000 ലിറ്ററിന് 15 രൂപ 51 പൈസ. 15000 രൂപയായെങ്കിൽ 1000 ലിറ്ററിന് 16 രൂപ 62 പൈസ. 20000 ലിറ്റർ എടുക്കുകയാണെങ്കിൽ 17 രൂപ 72 പൈസ. 25000 ലിറ്റർ എടുക്കുകയാണെങ്കിൽ 19 രൂപ 72 പൈസ. 30000 ലിറ്റർ എടുക്കുകയാണെങ്കിൽ 23 രൂപ 23 പൈസ. വലിയ ഫാൻസി നമ്പരൊക്കെയാണ്. 40000 ലിറ്റർ എടുക്കുകയാണെങ്കിൽ 25 രൂപ 44 പൈസ. 50000 ലിറ്റർ എടുക്കുകയാണെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ 54 രൂപ 10 പൈസ. ഇതെല്ലാം 1000 ലിറ്ററിൻ്റെ വിലയാണ് പറയുന്നത്. ഒരു വീട്ടിൽ സാധാരണഗതിയിൽ ഒരു ദിവസം ഒരു 5 പേരുള്ളതാണെങ്കിൽ ആവറേജ് ഒരു 1000 ലിറ്റർ വെള്ളം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ഒരു 30000 ലിറ്റർ വെള്ളം ഒരു വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ 5 പേരുള്ള വീടാണ് മിനിമം വേണ്ടി വരും. അതിൽ കൂടുതൽ മലയാളികൾക്ക് വെള്ളം വേണം. പക്ഷേ പൊതുവെ ഒരു മാസം ഒരു 30000 ലിറ്റർ വെള്ളം വേണം. ഈ 30000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് 1000 ലിറ്ററിന് വെള്ളത്തിൻ്റെ വില എന്ന് പറയുന്നത് 23 രൂപ 23 പൈസയാണ് സർക്കാരിൻ്റെ റേറ്റ്. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പം 696 രൂപ 90 പൈസ മാസം ഒരു കുടുംബത്തിന് വെള്ളത്തിൻ്റെ വില വരും. എന്നാൽ ഡൽഹിയിൽ, നമ്മുടെ ഇവിടുത്തെ പോലെ വെള്ളവുമില്ല കിണറും ഇല്ല സംവിധാനവും ഇല്ലാത്ത ഡൽഹിയിൽ, വലിയ ജലദൗർലഭ്യമുള്ള ഡൽഹിയിൽ 2000 ലിറ്റർ വരെ തികച്ചും ഫ്രീയാണ്. നമ്മുടെ ഇവിടെ അത് 30000 ലിറ്റർ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 700 രൂപയോളം വെള്ളത്തിന് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കണക്ക് കൂട്ടി. വെള്ളം 700 രൂപ ഒരു മാസം. കറണ്ട് ബില്ല് ഒരു മീഡിയം വീടിനൊക്കെ ആണെങ്കിൽ 2 മാസം കൂടുമ്പോൾ 2000 രൂപ വരും. ഇനിയും കൂട്ടാൻ പോവുക, ഒടുക്കത്തെ കൂട്ട്. അത് നമ്മുടെ വെള്ളം, നമ്മുടെ ഡാം, നമ്മുടെ കമ്പി, നമ്മുടെ ജനറേറ്റർ, ഇതെല്ലാമായിട്ട് പിന്നെയും ഇത് കൂട്ടി നമ്മുടെ തലയിലോട്ട് വെക്കുക. കറണ്ട് കാശ് 1000 രൂപ എന്ന് കൂട്ടിക്കോ. ഒരു മാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. ഹരിതകർമ്മ സേനയ്ക്ക് മാസം ഒരു 50 രൂപ. ചത്താലും ചത്തിലും അത് കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ, 50 രൂപ. ഇനി ഒരു ചെറിയ വീടൊക്കെ ആണെങ്കിൽ അതിന് മാസം ഒരു 100 രൂപ പഞ്ചായത്തിൻ്റെ നികുതി ഒരു 1000 1200 രൂപ ഒക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ നികുതി. 5 പേരുള്ള വീട്ടിൽ 5 പേർക്കുള്ള ഭക്ഷണവും സംവിധാനം എല്ലാം കൂടി ഒരു 1000 രൂപ ആകുമെങ്കിൽ ഒരു 200 രൂപയോളം അതിൻ്റെ GST എന്ന് പറഞ്ഞാൽ മാസം ഒരു 6000 രൂപ. നെറ്റും ഫോണും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ GST എന്ന് പറയുന്നത് ഒരു 300 രൂപ. അതായത് 5 പേരുള്ള വീട്ടിൽ ഒരു മാസം 8150 രൂപ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സർക്കാരിലേക്ക് പോകുന്നുണ്ട്. 5 പേരുള്ള വീട്ടിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ 8150 രൂപ സർക്കാരിലേക്ക് പോകുന്നുണ്ട്. നമുക്കത് കൊടുക്കാനുള്ളതില്ലെങ്കിൽ നമ്മൾ കടക്കാരനായി പോയിക്കൊണ്ടിരിക്കുക കൂടുതൽ. ഇനി വണ്ടിയുണ്ട്, പെട്രോൾ അടിക്കുക, വണ്ടിയുടെ CC ഉണ്ട്, അതടയ്ക്കുക, ഡ്രസ്സ് മേടിക്കുക, ഹോസ്പിറ്റൽ, വിനോദം, മരുന്ന്, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ആവറേജ് ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടേലും ഇല്ലേലും 20000 രൂപയോളം സർക്കാരിലേക്ക് പോകുന്നുണ്ട്. 20000 രൂപയോളം. എൻ്റെ ചോദ്യം, സാധാരണക്കാരെ എങ്ങനെ ജീവിക്കും? LDFിൻ്റെ അണികളോട് ചോദിക്കട്ടെ, ഏറ്റവും താഴെ തട്ടിലുള്ള അണികളോട് ചോദിക്കട്ടെ, വെറും അന്തം അടിമകളാണെന്ന് പറഞ്ഞാലും നിങ്ങൾ എങ്ങനെ ജീവിക്കും? നിങ്ങളെയും ഇത് ബാധിച്ചില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു ജോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അയാൾ അവസാനം ഏറ്റവും താഴെ തട്ടിൽ ഇറങ്ങി നടന്ന് ചോദിക്കുക, ഒരു പണിയുണ്ടോ, 500 രൂപ കിട്ടിയാലും മതി, എന്നതേലും ചെയ്യാം. ഇത് താഴെ തട്ടിലേക്ക് ദാരിദ്ര്യം എത്തി. നിങ്ങളിതിനെ ചുമന്നുകൊണ്ട് നടന്നിട്ട്, LDFകാരോടാണ് ചോദിക്കുന്നത്, നിങ്ങളിതിനെ ചുമന്നുകൊണ്ട് നടന്നിട്ട് നിങ്ങളെങ്ങനെ ജീവിക്കും? അതാ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് വല്ലതും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുകയല്ലോ. ഇനി ചോദിക്കുന്നത്, ഈ തൊഴിലും വരുമാനവും ഇല്ലെന്നായില്ലേ, കുറഞ്ഞ് ഇല്ലെന്നായില്ലേ? യൂണിയൻ തൊഴിലാളികളോട് ചോദിക്കട്ടെ, എവിടെയാലും പണിയുണ്ടോ? തടിപ്പണിക്കാരുടെ ഒരു 4 കൊല്ലം മുമ്പത്തെ അർമാദം എന്നായിരുന്നു, ഇന്നത്തെ അർമാദം എന്നാ? വല്ലവർക്കും ഉണ്ടോ പണി? തീർത്ത് പണിയില്ലെന്നായില്ലേ? കൂലിപ്പണിക്കാരോട് ചോദിക്കട്ടെ, പണിയില്ലെന്നായില്ലേ? റബ്ബർ വെട്ടുകാരോട് ചോദിക്കട്ടെ, വെട്ടില്ലെന്നായില്ലേ? തോട്ടം തൊഴിലാളിയോട് ചോദിക്കട്ടെ, നിങ്ങളുടെ തോട്ടം മേഖല മുഴുവൻ സ്തംഭിച്ചില്ലേ ഈ ഒടുക്കത്തെ കൊടിപിടുത്തം? ആയില്ലേ? കൃഷിക്കാരോട് ചോദിക്കട്ടെ, എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇനി കൂലിപ്പണിക്കാരോട് ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ അവസ്ഥ? ആശാ വർക്കർമാരോട് ചോദിക്കട്ടെ, 242 ഉലുവായും കിട്ടി, നിങ്ങൾക്ക് എന്നാ ബാലൻസ് ഉള്ളത്? നിങ്ങൾ എങ്ങനെ ജീവിക്കും? എൻ്റെ ചോദ്യം, ഇവിടുത്തെ പൊതുജനത്തോടുള്ള ചോദ്യം, 3,35,00,000 മലയാളിയോടുള്ള ചോദ്യം, നമ്മൾ എന്തിന് ഈ 15 ലക്ഷം ഉദ്യോഗസ്ഥ അധികാര വർഗത്തിന് വേണ്ടി നമ്മൾ ഇതുപോലെ കിടന്ന് കഴുത പണിയുന്ന പോലെ പണിയെടുക്കണം? എന്തിനു പണിയെടുക്കണം? ഞാൻ കേരളത്തിലെ ഓരോ മലയാളിയോടാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഈ 3,35,00,000 ജനം ഇവന്മാർക്ക് വേണ്ടി ഇതുപോലെ കിടന്ന് പണിയെടുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ തീരുമാനിച്ചേ. മണ്ടം മലയാളി,
വെറും മൊണ്ണ മലയാളിക്ക് ഇപ്പോഴും LDF UDF മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല, വേറെ ഒരു കാര്യം അവനില്ല. പഞ്ചായത്തിൽ പോലും 10 സ്വതന്ത്രന്മാരെ ജയിപ്പിച്ചെടുക്കാനുള്ള ശേഷിയില്ലാത്ത മലയാളി. ഞാനിതിപ്പോൾ ഇത്രയും രൂക്ഷമായിട്ട് ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വെള്ളത്തിന് ഇത്രയും വില. അപ്പോൾ നമ്മൾ പറയും ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ ഇല്ല, ഞങ്ങൾക്ക് കിണർ വെള്ളമാണ്. വെറുതെയാ, കോടാലി വരുന്നുണ്ട്. കിണറിനും കുഴൽ കിണറിനും ടാക്സ് വരുന്നു. വെള്ളം ഉപയോഗിക്കുന്നതിന് മാസം സർക്കാരിന് പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളിതിനെ തടഞ്ഞില്ലെങ്കിൽ, സർവശക്തിയും എടുത്ത് തടഞ്ഞില്ലെങ്കിൽ, കോടതികളിൽ പോവുകയും കർശനമായിട്ട് ഇവന്മാരെ തടയുകയും ചെയ്തില്ലെങ്കിൽ നാളെ എന്നാ സംഭവിക്കുമെന്ന് പറയാം. ഒരു ദിവസം ഒരു മനുഷ്യൻ 12 കിലോ വായു ശ്വസിക്കും. വൈദ്യശാസ്ത്രം പറയുന്നതാണ്. ശ്വസിക്കുന്ന വായുവിൻ്റെ കിലോ കണക്കാണ് 12 കിലോ. അതിനകത്ത് 2.5 കിലോ ഓക്സിജനാണ്. ഈ 2.5 കിലോ ഓക്സിജൻ എടുത്തിട്ട് 1 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടും. ആ മേഖലയിലെ വിദഗ്ധന്മാർ പറയുന്നതാണ്. അപ്പോൾ ഈ ഓക്സിജൻ്റെ വില എന്ന് പറയുന്നത് 492 രൂപയാണ് 1 കിലോയ്ക്ക്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വില എന്ന് പറയുന്നത് 50 രൂപ. അതായത് ഒരു ദിവസം 2.5 കിലോ ഓക്സിജൻ വലിച്ചാൽ 1230 രൂപ സർക്കാരിന് ടാക്സ് കൊടുക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, ഈ ഓക്സിജൻ വലിച്ച ശേഷം ഇവൻ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിട്ടാൽ അതിന് 50 രൂപ പരിസ്ഥിതി ബോർഡിന് പിഴയും കൂടെ കൊടുക്കേണ്ടി വരും. ഇത് ഇവന്മാർ കൊണ്ടുവരും. ഈ ദുഷ്ടന്മാരെ ഇവിടെ ഇരുത്തിയാൽ ഇവന്മാർ ഇത് കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഇവർ ആദ്യമേ വരുമാനത്തിനായി എങ്ങോട്ടാണ് നോക്കിയത്? ഓരോരോ മേഖലയിലോട്ട് കൂട്ടാവുന്നിടത്തോളം ഒടുക്കത്തെ കൂട്ടി മനുഷ്യന് താങ്ങാൻ മേലെന്നായി. എന്തുകൊണ്ടാണ് കേരളത്തിൽ വസ്തു വിൽക്കാത്തതെന്നറിയാവോ? ഈ വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഒടുക്കത്തെ തുക അങ്ങോട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ പറ്റിയതെന്നാന്ന് ചോദിച്ചാൽ, ഇത്രയും വലിയ തുക രജിസ്ട്രേഷനെ കാണിക്കുമ്പം ഇത് ആധാരത്തിലും കാണിക്കുന്നുണ്ട്. കാര്യം പേപ്പറെല്ലാം പറയുമ്പോൾ വളരെ നല്ല കാര്യമാണ്, എല്ലാം സത്യമല്ലേ. മൂഞ്ചിപ്പോയില്ലേ അവസാനം? എല്ലാം സത്യമാക്കിയപ്പോൾ ലാസ്റ്റ് കച്ചവടം പോലും ഇല്ലെന്നാക്കിയില്ലേ? വസ്തു കച്ചവടമോ ഇല്ലെന്നായില്ലേ? ഒടുക്കത്തെ കൂട്ടലങ്ങോട്ട് കൂട്ടിയപ്പോൾ ഇവന്മാർ വിചാരിച്ച ആൾക്കാർ ഇനിയും മേടിക്കുമ്പോൾ ഇഷ്ടം പോലെ കൊണ്ട് തള്ളുമെന്ന്. ജനത്തിൻ്റെ ഉണ്ടെങ്കിൽ അല്ലേ തള്ളുള്ളൂ. അവിടെ മൂഞ്ചിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ എന്നാ ചെയ്തു? വരുമാനത്തിനായിട്ട് അതങ്ങ് മാറി. ഇനിയിപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി കെട്ടിടത്തിന് പെർമിറ്റ്, കെട്ടിടം പണി മൂഞ്ചിപ്പോയി. വഴി പെറ്റിയടിക്കാൻ ഇപ്പോൾ ആൾക്കാർ ഓരോരുത്തർ വണ്ടിയും കിണ്ടിയെല്ലാം ഒഴിവാക്കുമ്പോൾ അത് മൂഞ്ചിപ്പോവും. എന്തരാ ചെയ്യുന്നത്? അവസാനം ഇനിയിപ്പോൾ അടുത്തതാണ് വെള്ളക്കരം. കിണറിനും കുഴക്കിണറിനും കരം. ഇത് ശ്രദ്ധിച്ചോ? ഇനി കേരളത്തിലെ പെണ്ണുങ്ങളുടെ മാറിലോട്ടാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ നോട്ടം. ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് കരവിടാം. പണ്ട് കേരളത്തിലുണ്ടായിരുന്നതാ. ഏതവൻ്റെ അമ്മയുടെ വലിപ്പത്തിൻ്റെ അനുസരിച്ച് കരവിട്ടാലും ഞങ്ങൾക്ക് ഞങ്ങളത് കിട്ടണം. ഈ വൃത്തികെട്ടവന്മാരെ ഇറക്കി വിട്ടില്ലെങ്കിൽ രക്ഷയില്ലെന്നുള്ളതാണ് സത്യം. അറിയാലോ, മാറിന് കര ഉണ്ടായിരുന്ന നാടാണ് ഇത്. വായുവിനും മാറിനും വരെ കരവിടും. സ്ത്രീകളോട് പറയട്ടെ, ഇത് വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാരിട്ട് കൊടുക്കും. കേരളത്തിൽ ഇത് സംഭവിക്കും. മാറിലെ കരവിട്ട് കഴിഞ്ഞാൽ അടുത്തത് വായുവിന് കരവാ. എങ്ങനെ നിയന്ത്രിക്കും? ഈ 15 ലക്ഷം ഉദ്യോഗസ്ഥ അധികാര വർഗത്തിനെ മര്യാദയ്ക്ക് നിർത്തണം. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കാര്യമുണ്ട്, പണി കിട്ടിയ അവന്മാർ മാറി നിൽക്കും. പക്ഷേ ഇവന്മാരെ നയിക്കുന്ന കുറച്ച് രാഷ്ട്രീയക്കാർ, ഞാൻ കേരളത്തിലെ ജനത്തോട് ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ആരും രാഷ്ട്രീയം ഒന്നും പറയണ്ട, നിങ്ങൾ രാഷ്ട്രീയക്കാരല്ലാതെ മലയാളി എന്ന രീതിയിലൊരു മറുപടി പറയാമോ? കേരളത്തിൽ ഇതിലും ദുഷ്ടന്മാരായ ഒരു ഭരണ സംവിധാനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും ദുഷ്ടത നിറഞ്ഞ അധികാരികൾ കേരളം ഭരിച്ചിട്ടുണ്ടോ? ഞാനിപ്പോഴത്തെ സംവിധാനമാണ് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെ ദുഷ്ടത നിറഞ്ഞ ഒരു ഭരണ സംവിധാനം, മുഖ്യനാണേലും അണികളാണേലും ഇതുപോലെ മനുഷ്യനോട് യാതൊരു ദയയില്ലാത്ത, മനുഷ്യരെ ഇതുപോലെ യാതൊരു തരത്തിലും മാനിക്കാത്ത, ഒരു മനുഷ്യന് വേണ്ടി പറയാത്ത 140 MLA-മാരും ഇതുപോലത്തെ കൊള്ളരുതാത്തവന്മാർ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജനത്തിന് വേണ്ടി എന്തെങ്കിലും പറയുന്ന ഒരുത്തനെ കണ്ടിട്ടുണ്ടോ? എന്തവസ്ഥയായി! നമ്മൾ ഇവന് കുത്തി ഇവനെ കയറ്റി അവിടെ ഇരുത്തി, ഇവനിപ്പം കുനിച്ചു നിർത്തി നമ്മളെ ഇടിക്കുന്ന അവസ്ഥയിലോട്ടായെങ്കിൽ ഇവനെ എല്ലാം ഇറക്കി വിട്ടേ പറ്റുള്ളൂ. വെള്ളക്കര ഉടനെ വരും. ചിന്തിച്ചോ? അങ്ങേ അറ്റമെത്തി. ഇത് തുടർന്ന് കൊടുക്കാൻ പറ്റില്ല. മലയാളി ഉറങ്ങി ഫോണേലും പണിത് രാത്രിയിൽ എഴുന്നേറ്റ് വല്ലോ ഇതൊക്കെ കണ്ട് വേണ്ടാത്തതൊക്കെ കണ്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഈ നശിപ്പിക്കുന്ന മുതല് ദേശീയ മുതലാ. ഈ അടിച്ചോണ്ട് പോകുന്നത് ദേശത്തിൻ്റെ സമ്പത്താ, നമ്മുടെ കേരളത്തിൻ്റെ സമ്പത്താ. പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാ. നമുക്കിവിടെ ജീവിച്ചാൽ മതിയാവും. 50 വയസ്സിന് മുകളിലുള്ളവൻ ജീവൻ കൊടുത്ത് ഇതിനെ നേരിട്ടില്ലെങ്കിൽ താഴോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ മേലാത്ത അവസ്ഥ വരും.
എന്ന് എല്ലാവരും ഓർത്തുകൊള്ളുക. പേടിയാന്നും പറഞ്ഞ് കോണത്തി തൂറി വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് പോക്കുണ്ടാകുകയില്ല. ആ പേടിയാണ് ഇവന്മാരുടെ ധൈര്യം. ആ പേടിയെ ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് കണക്കൂട്ടി കുത്തണം. കുത്തി ജനം അധികാരത്തിലോട്ട് വരണം. ജനത്തിൻ്റെ വേദന അറിയാവുന്ന അധികാരത്തിലോട്ട് വരണം. ഈ തമിഴ്നാട്ടിലൊക്കെ ഇത്രയും യോഗ്യമായിട്ട് ഭരിക്കാൻ പറ്റുന്നത് ജനത്തിൻ്റെ വിവരമുള്ളതുകൊണ്ടാണ്. വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. തമിഴ്നാട്ടിലെ ജനം ഒരാവശ്യം വന്നാൽ ഒറ്റക്കെട്ട. അവിടെ AIDMK DMK എന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. ജനത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ട ജനം ഒറ്റക്കെട്ട. ആ ഒരവസ്ഥയിലേക്ക് കേരളം മാറിയില്ലെങ്കിൽ, പ്ലേറ്റോ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒത്തിരി അധപ്പതിച്ചവൻ നിങ്ങളെ ഭരിക്കും. അതായിപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ സംവിധാനം നടത്തി കൊടുത്തുകൂടാ. ഇതുപോലെ ജനത്തിന് കുടിവെള്ളത്തിന് വരെ കരവിട്ടിട്ട പുതിയ 2 കാറിന് 1,10,00,000 രൂപ അനുവദിച്ചേക്കുന്നത്. എന്തൊരക്രമമാണ്! ഇതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ പിടിച്ചിട്ടിട്ടുണ്ട്, കോടികൾ അതിന് കൊടുക്കുന്നത്. എന്തൊരക്രമമാണ്! എന്തുമാത്രം സാധുക്കളുടെ ഫണ്ടുകൾ കൊടുക്കാൻ കിടപ്പുണ്ടെന്നറിയാമോ? ഇത് അനുവദിച്ച് കൊടുത്തുകൂടാ. മലയാളി അതിനനുസരിച്ച് എഴുന്നേറ്റ മതിയാവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.